പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ. കഴിഞ്ഞ ദിവസം വാളയാർ കേസിൽ CBI പുറപ്പെടുവിച്ച കുറ്റപത്രം അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളും കോലാഹലങ്ങളും ഒക്കെ കനക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ കുറ്റപത്രത്തിലൂടെ CBI സമർത്ഥിച്ചിരിക്കുന്നത്? 13ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികൾ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു കേസിൽ അത് കൊലപാതകമല്ല, ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് CBI ചെയ്തിരിക്കുന്നത്. വാളയാർ കേസിന്റെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളും അട്ടിമറി ശ്രമങ്ങളുമൊക്കെ അതിന്റെ സന്തത സഹചാരിയാണ്. 2017 ജനുവരി 13-നാണ് 13 വയസ്സുള്ള ആദ്യത്തെ പെൺകുട്ടി, മൂത്ത പെൺകുട്ടി ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ വീട്ടിനുള്ളിൽ കാണപ്പെടുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം മാർച്ച് 4-ാം തീയതി 9 വയസ്സുള്ള രണ്ടാമത്തെ പെൺകുട്ടിയും വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയാണ്. കാര്യക്ഷമമല്ലാത്ത അന്വേഷണമാണ് ലോക്കൽ പോലീസ് നടത്തിയത്. ഇത്തരമൊരു സംഭവം നടന്നിട്ട് അവിടേക്ക് പോകാനോ കാര്യങ്ങൾ നിരീക്ഷിക്കാനോ ഇടപെടുന്നതിന് പകരം FIR-ൽ അസ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന് എഴുതി വെക്കുകയാണ് ചെയ്തത്. സംഭവം വിവാദമായപ്പോൾ പിന്നീട് കേസ് നാർക്കോട്ടിക് സെൽ DYSP ആയ സോജന് കൈമാറുകയുണ്ടായി. പക്ഷെ അദ്ദേഹവും ഈ കേസ് ശരിയായ രീതിയിലല്ല അന്വേഷിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ ആദ്യത്തെ കുട്ടി മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ലഭിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന ചോദ്യം ഇപ്പോഴും അവിടെ ബാക്കി കിടക്കുകയാണ്. രണ്ടാമത്തെ കുട്ടി മരിച്ച സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഫോറൻസിക് സർജൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇത് കൊന്ന് കെട്ടിത്തൂക്കിയതാകാനാണ് സാധ്യത, അല്ലെങ്കിൽ അതിലേക്കുള്ള വ്യക്തമായ സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. കാരണം 129 സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള കേവലം 9 വയസ്സുള്ള ഒരു പെൺകുട്ടി 200 സെന്റിമീറ്ററിലധികം ഉയരമുള്ള ഉത്തരത്തിൽ എങ്ങനെയാണ് കുരുക്കിട്ട് സ്വയം കുരുങ്ങുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നത് അദ്ദേഹം ഉന്നയിച്ച ഒരു കാര്യമാണ്. ഈ വസ്തുതകളൊക്കെ നിലനിൽക്കെയാണ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് വീണ്ടും CBI ഈ കേസ് ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്തിരിക്കുന്നത്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ പ്രതികളെ രക്ഷിക്കാനുള്ള വ്യഗ്രത ഉണ്ടായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരു ഘട്ടത്തിൽ പ്രതികളുടെ അഭിഭാഷകനായിട്ട് കോടതിയിൽ ഹാജരാകുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ്. അന്ന് കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ആ സ്ഥാനത്ത് നിന്ന് അയാൾ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ CBI ഈ കേസിൽ കുറ്റപത്രം പുറപ്പെടുവിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടാണ് കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്തിരിക്കുന്നത്. ഏത് മാതാപിതാക്കളെ ആണ് എന്ന് നമ്മൾ ഓർക്കണം. തങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ട മാതാപിതാക്കളെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് പ്രതി ചേർത്തിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിൽ തുടക്കം മുതൽ തന്നെ തനിക്ക് വിശ്വാസമുള്ള ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഈ കേസ് ഏൽപ്പിക്കണമെന്ന് ഈ കുട്ടികളുടെ അമ്മ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ ആവശ്യം CBI അംഗീകരിച്ചില്ല. അതേ CBI ആണ് ഇപ്പോൾ കുട്ടികളുടെ അമ്മയെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. അവർ പറയുന്നത് കുട്ടികളുടെ അമ്മ നേരത്തെ തന്നെ കുട്ടികളെ പീഡിപ്പിച്ച വിവരം അറിഞ്ഞിരുന്നുവെന്നും അത് മറച്ചു വെച്ചുവെന്നുമാണ്. അതായത് മറച്ചു വെച്ചു എന്നതുകൊണ്ട് അവർ പീഡനത്തിന് കൂട്ടുനിന്നു എന്നാണ് CBI വരുത്തി തീർക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ കുടുംബം ജീവിച്ചിരുന്ന ജീവിത പശ്ചാത്തലവും സാമൂഹ്യ സാഹചര്യങ്ങളും. വെറും ഒറ്റമുറി ഷെഡിൽ, ഒരു പാർപ്പിടമെന്ന് പോലും വിളിക്കാൻ സാധിക്കാത്ത ഒറ്റമുറി ഷെഡിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. തങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാനും സുരക്ഷിതത്വത്തോടെ താമസിപ്പിക്കാനും അവർക്ക് കാവൽ നിൽക്കാനും കഴിയുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അവർ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഈ പീഡന വിവരം ആദ്യം അറിഞ്ഞാലും അത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുക്കുന്ന ഒരു സാമൂഹിക ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് കരുതേണ്ടത്. മാത്രമല്ല കുട്ടികളുടെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്, പ്രതികളിൽ ഒരാൾ മൂത്ത കുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് ചെറിയ മകൻ അവരോടൊരിക്കൽ പറയുമ്പോൾ ആ സ്ത്രീ ചെയ്യുന്നത് അവന്റെ വീട്ടിൽ പോയി അവനെ കൈകാര്യം ചെയ്യുകയാണ്. അതേ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നൊരു ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. അല്ലാതെ അവർ ആ പീഡനത്തിന് കൂട്ടുനിന്നു എന്നല്ല. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി തന്നെ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എല്ലാ പ്രിവിലേജോടും കൂടി ജീവിക്കുന്ന കുടുംബങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കുക. ഇത്തരം പോക്സോ കേസുകൾ ഏതെങ്കിലും കുടുംബത്തിൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ സംഭവിക്കുന്ന കുടുംബങ്ങളിലൊക്കെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാനാവുമോ? ഒരിക്കലുമില്ല. സംഭവിക്കുന്ന കേസുകളിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന കേസ് വളരെ കുറവാണ്. എന്തുകൊണ്ടോ അത്തരമൊരു സാഹചര്യത്തിൽ പലരും അത് മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിയമപരമായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, കേസുകൾ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക തന്നെയാണ്. പക്ഷേ
ആളുകൾ പല ആശങ്കകളും കാരണം പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അത് അവർക്ക് ആ പീഡനത്തോട് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിന് കൂട്ടുനിൽക്കുന്നത് കൊണ്ടോ അല്ല, മറിച്ച് ചില ആശങ്കകൾ അവരെ അതിന് പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം ആശങ്കകളെ ബലപ്പെടുന്ന രൂപത്തിലാണ് പലപ്പോഴും പോക്സോ കേസുകളുടെ പരിണതി അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോക്സോ കേസുകൾ അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കുന്നത് വളരെ കുറവാണ്. മൊത്തം കേസുകൾ എടുത്ത് നോക്കുമ്പോൾ പോക്സോ കേസുകളുടെ കാര്യത്തിൽ ഇത് വളരെ പുറകിലാണ്. മാത്രമല്ല, പലപ്പോഴും ഇത്തരം കേസുകളിൽ ഇത്തരം പീഡനങ്ങൾ തുറന്നു പറയുന്ന കുട്ടികൾ തന്നെ സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെടുന്ന സംഭവങ്ങൾ വ്യാപകമായിട്ടുണ്ട്. ഈ കേസിൽ തന്നെ, വാളയാർ കേസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ചത് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സോജനാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? പെൺകുട്ടികൾ, അതായത് 9, 13 വയസ്സുള്ള പെൺകുട്ടികൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരം ഒരു പരാമർശം നടത്തുന്നത് നമ്മൾ ഓർക്കണം. നേരത്തെ പല കേസുകളിലും BJP നേതാവ് പത്മരാജൻ പ്രതിയായിട്ടുള്ള പാലത്തായി പോക്സോ കേസ്, ആ കേസിൽ സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം, സമൂഹ മധ്യത്തിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കെ പോക്സോ കേസുകളിൽ വളരെ പെട്ടെന്ന് പരാതിപ്പെടാനൊക്കെ ആളുകൾ മടിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും പ്രതികളുടെ കൂടെ ഭരണകൂടം നിൽക്കുന്നു എന്നതും ഇത്തരം കേസുകളിൽ ആളുകൾ പരാതിപ്പെടാനും മുന്നോട്ട് പോകാനും ഒക്കെ മടിക്കുന്നത് ഒരു കാരണമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും അതീവ ദുർബലമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ഈ ഒരു ദലിത് കുടുംബം, ആ കുടുംബത്തിലെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ അമ്മ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടില്ല എന്നതിനെ, ഈ തെറ്റിന് അവരും കൂടി കൂട്ടുനിൽക്കുകയായിരുന്നു എന്ന രൂപത്തിൽ CBI കുറ്റപത്രം എഴുതി വെക്കുന്നത്. അതായത് ഒട്ടും യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലാതെ അവരുടെ ജീവിത പരിസരത്തെയോ അവരുടെ ജീവിത സാഹചര്യങ്ങളെയോ കുറിച്ച് ഒട്ടും യാഥാർത്ഥ്യ ബോധമില്ലാതെയാണ് CBI കുറ്റപത്രം എഴുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനുശേഷം ഇപ്പോൾ CBI കുറ്റപത്രം പുറത്തു വന്നത് നമുക്കറിയാം. ഇത് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇത് സ്വീകരിക്കപ്പെടുകയോ കോടതി വിധി പറയുകയോ ചെയ്തിട്ടില്ല. അതേ സമയത്ത് തന്നെ ഇത് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങളാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിന്റെ പുറകിലും ഒരു അജണ്ടയുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഈ ഒരു ഇത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മൾ എന്താണ് കാണുന്നത്? സോഷ്യൽ മീഡിയകളിൽ കൂടി വളരെ വൃത്തികെട്ട രൂപത്തിൽ ഈ കുട്ടികളുടെ അമ്മയെ, അതുപോലെ തന്നെ മാതാപിതാക്കളെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അത്തരം ഒരു കൺക്ലൂഷനിൽ CBI എത്തിയത് എന്തെങ്കിലും തെളിവുകളുടെ പിൻബലത്തിലാണോ എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കണം. ഈ റിപ്പോർട്ട് വായിച്ച മാധ്യമപ്രവർത്തകരടക്കം പറയുന്നത് ഒരു തെളിവും ഇതിന് CBI സമർപ്പിച്ചിട്ടില്ല എന്നാണ്. അതായത് നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ, അതുപോലെ തന്നെ പലരുടെയും വർത്തമാനങ്ങളിൽ നിന്ന് അമ്മയുടെ സദാചാരത്തെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുകയും അത് വെച്ചുകൊണ്ട് അമ്മയാണ് കുറ്റക്കാരി, ആത്മഹത്യാ പ്രേരണ നടത്തിയത് അമ്മയാണ് എന്ന് വരുത്തി തീർക്കുകയുമാണ് ചെയ്യുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കുറ്റപത്രം എന്നേ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ CBI യഥാർത്ഥത്തിൽ എന്താണ് ഏൽപ്പിക്കപ്പെട്ടത്? ഈ കേസിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്തതാണോ അതല്ല കൊല ചെയ്യപ്പെട്ടതാണോ എന്നായിരുന്നു CBI പരിശോധിക്കേണ്ടത്. ഇവിടെ CBI എന്താണ് ചെയ്തത്? ആ അമ്മയുടെ സദാചാരം അന്വേഷിക്കാൻ ആരാണ് CBI ഏൽപ്പിച്ചത്? അമ്മയുടെ സദാചാര വിരുദ്ധതയെക്കുറിച്ച് കഥകൾ മെനയുകയും ആ കഥകൾ എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കുകയുമാണ് CBI ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആ സ്ത്രീക്കെതിരെ അധിക്ഷേപം നടത്തുന്ന CPMന്റെ സൈബർ പോരാളികളെയാണ് നമ്മൾ കാണുന്നത്. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു തെളിവും സമർപ്പിക്കാൻ CBIക്ക് കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുമ്പ് പല കേസുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കവിയൂർ കേസിൽ, നേരത്തെ 2014 സംഭവിച്ച കവിയൂർ കേസിൽ അവസാനം CBI ചെയ്തത് പ്രതികളെ കിട്ടാഞ്ഞപ്പോൾ കുട്ടിയുടെ അച്ഛനെ തന്നെ പ്രതിയാക്കി. ഒരു വട്ടമല്ല, 1, 2 വട്ടമല്ല, 3 വട്ടമാണ് CBI അത്തരം കുറ്റപത്രം സമർപ്പിച്ചത്. അവസാനം തെളിവില്ല എന്ന് കാണുമ്പോൾ കോടതി അത് ചവറ്റുകുട്ടയിലെറിയുകയായിരുന്നു. അവസാനം 2017 ഇത്രയും വർഷങ്ങൾക്ക് ശേഷം CBI തെറ്റ് തിരുത്തുന്നത് അല്ലെങ്കിൽ കുമ്പസാരം നടത്തുന്നത്. ഈ കേസിലും സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് വരാനിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരികു ചേർക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു രീതിയാണ് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചു വരുന്നത്. ഇതുപോലുള്ള കേസുകളിൽ ഒരമ്മ തൻ്റെ കുരുന്നുകൾക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ട, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട കുരുന്നുകൾക്ക് വേണ്ടി പോരാടുമ്പോൾ, ആരാണ് എൻ്റെ മക്കളെ കൊല ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കാനുള്ള ബാധ്യത വെൽഫെയർ പാർട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും വെൽഫെയർ പാർട്ടിയും വിമൺ ജസ്റ്റിസ് മൂവ്മെന്റുമൊക്കെ
ഈ ഒരു കേസിൽ തുടക്കം മുതൽ തന്നെ ഇടപെടുകയും നിരവധി പോരാട്ടങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വെൽഫെയർ പാർട്ടിയുടെ ബാധ്യതയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു തെളിവുമില്ലാതെ CBI ആ അമ്മയുടെ സദാചാര വിരുദ്ധതയെക്കുറിച്ച് കഥകൾ മെനഞ്ഞ് റിപ്പോർട്ടാക്കുമ്പോൾ ആ റിപ്പോർട്ട് ഏറ്റെടുക്കാനല്ല വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അത് സോഷ്യൽ മീഡിയയിൽ കൂടി പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിക്കാനുമല്ല വെൽഫെയർ പാർട്ടി തീരുമാനിച്ചത്. മറിച്ച് ആ കുട്ടികളുടെ കൊലയാളികൾ ആര് എന്ന അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടണം. യഥാർത്ഥ കൊലയാളികൾ തെളിവ് സഹിതം പിടിക്കപ്പെടണം. ഇവിടെ പ്രിവിലേജുള്ള സമൂഹങ്ങൾ സൃഷ്ടിച്ചു വെച്ച പൊതുബോധങ്ങളുടെ കൂടെ നിൽക്കാനല്ല വെൽഫെയർ പാർട്ടി തീരുമാനിച്ചത്. നീതിക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയാണ്. തീർച്ചയായും ആ പോരാട്ടത്തിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനുള്ളത്.